വീട്ടിൽ നിൽക്കുകയായിരുന്നു അന്നേരമാണോ അത് വീണേ? ആ ആ കുത്തിക്കെട്ടുണ്ടോ അതെ? എത്ര എണ്ണം ഉണ്ട്? വേറെ ആർക്കും വീട്ടിൽ പരിക്കുന്നു? പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ പൊങ്ങമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഉണ്ടായ കാറ്റും മഴയിലും ഇവിടെ മരങ്ങളെല്ലാം വീണ് ലൈനെല്ലാം പൊട്ടിക്കിടക്കുകയാണ്. എൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകും. ഇന്നുച്ചയ്ക്ക് 2 മണിയോടുകൂടി ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് ഒരുപാട് നാശനഷ്ടമാണ് വരുത്തി വച്ചത്. ഒരുപാട് മരങ്ങൾ വീണ് ലൈനിൻ്റെ മുകളിലോട്ടൊക്കെയാണ് വീണത്. അപ്പം തന്നെ ഇവിടെ തന്നെ പൊങ്ങമ്പാറയിലെ എൻ്റെ വീടിന് സമീപം തന്നെയാണ്. ഇവിടെ 3 പോസ്റ്റ് ഇവിടെ തന്നെ മറിഞ്ഞു വീണിട്ടുണ്ട്. പ്ലാവിൻ്റെ കമ്പ് ഒടിഞ്ഞു വീണതാണ്. അതുപോലത്തെ കാറ്റായിരുന്നു, ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു. അതുകൂടാതെ കാവാലച്ചിറ, നാരകത്തോട്, തച്ചകുന്ന് ഭാഗങ്ങളിലെല്ലാം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരുപാട് പേരെന്നെ വിളിച്ച് കാവാലച്ചിറയിലൊക്കെ വീടിൻ്റെ മുകളിൽ ഷീറ്റെല്ലാം പറന്നു പോയിട്ടുണ്ട്, ഒരാൾക്ക് പരിക്കുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഇവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ പോസ്റ്റ് ഒടിഞ്ഞു കിടക്കുകയാണ്. മരങ്ങളെല്ലാം ഇവിടെ തന്നെ 2 പോസ്റ്റ് ഒടിഞ്ഞിട്ടുണ്ട്. കൂടാതെ തൊട്ട് സമീപത്തോട്ടുള്ള വീട്ടിലേക്കുള്ള സർവീസ് വയറും എല്ലാം വിട്ടിട്ടുണ്ട്. അന്നേരം തന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചായിരുന്നു. കുറേ പേര് വിളിച്ചിട്ട് ആദ്യം ഫോൺ എടുക്കുന്നില്ലെന്നുള്ള പരാതി പറയുന്നത് കേട്ടായിരുന്നു. അതിനുശേഷം അവരെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേനും അവർ പലയിടത്തും ഇതുപോലെയൊക്കെ വീണ് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കനത്ത കാറ്റ് വീശിയാൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. മരങ്ങളെല്ലാം കടപുഴകി വീഴുന്നത് മൂലം വൈദ്യുതി തടസ്സമുണ്ടാകുന്നുണ്ട്. ഇവിടുത്തെ സർവീസ് വയറെല്ലാം പോയി കിടക്കുകയാണ്. അവിടെ ഒരു പോസ്റ്റുണ്ട്, ആ വീട്ടോട്ടുള്ള, അതും ചാഞ്ഞ് നിൽക്കുകയാണ്. അതിനവിടെ വെച്ചോട്ടെ. ആ പോസ്റ്റ് വീണുകൊണ്ട് ബാക്കിയുള്ള ലൈനെല്ലാം തുടിഞ്ഞ് കിടക്കുകയാണ്. അത് നേരെയാക്കിയെങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. ഈ പോസ്റ്റും എല്ലാം ചാഞ്ഞ് നിൽക്കുകയാണ് റോഡിലോട്ട്. ഇത് കാഞ്ഞിരത്തെങ്കിലെ സണ്ണി എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിലത്തെ ഷീറ്റെല്ലാം പറന്ന് മുറ്റത്ത് കിടക്കുകയാണ്. അപ്പം സീലിംഗ് ഉള്ളതുകൊണ്ടാണ് അവിടെയെല്ലാം മുകളിലത്തെ ഷീറ്റൊന്നുമില്ല, പരിക്കകത്തെല്ലാം മുഴുവൻ വെള്ളമാണ്. ഷീറ്റെല്ലാം മുറ്റത്ത് പറന്നു പോയി. അത്രയ്ക്കും വലിയ കാറ്റായിരുന്നു. ഇവിടെ തന്നെ 2-3 വീടുകൾക്ക് എല്ലാം കേടുപാടുണ്ട്. തൊട്ട് താഴെയുള്ള അപ്പു എന്ന് പറഞ്ഞത്, ഇത് കാഞ്ഞിരത്തിലെ വീടാണ്. അപ്പു എന്ന് പറഞ്ഞത് മുഴുവൻ പോയി കിടക്കുന്നത്. അയ്യോ, വീട്ടിൽ മുഴുവൻ മറന്നു പോയി. നേരത്തെ അതെ അതെ, എന്നാ കാറ്റായിരുന്നു. അവിടെ ലൈനെല്ലാം വീണ് കിടക്കുക. അവിടെ 3 പോസ്റ്റ് വീണ് കിടക്കുക. പൊങ്ങമ്പാറ പോയോ? വഴി കിടക്കുക. അതുപോലത്തെ മഴയല്ലായിരുന്നു. വീട്ടുപകരണങ്ങളെല്ലാം നനഞ്ഞ് പോയിരിക്കുകയാണ്. അടുക്കളയും മുഴുവൻ ചോർന്ന്. ഈ മഴയത്ത് ഇവരൊക്കെ എന്ത് ചെയ്യുമെന്നറിയാൻ മേലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ മുകളിൽ ഷീറ്റൊന്നുമില്ല. ഈ വീടിൻ്റെ ഇത് കാഞ്ഞിരത്തെങ്കിലെ ബാബു എന്ന് പറഞ്ഞ ആളുടെ വീടാണ്. ഈ ഷീറ്റ് ഇദ്ദേഹം വീടിനകത്തുണ്ടായിരുന്നു. അന്നേരം ഷീറ്റ് വീണ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് മുറിവുണ്ടായിട്ടുണ്ട്.
അപ്പം ഞാനവിടെ വരുമ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പം വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം അകത്തെ ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ കിടക്കുകയായിരുന്നു. അന്നേരമാണ് മുകളിൽ നിന്ന് ഷീറ്റ് തലയെ വീണത്. തലയ്ക്ക് പൊട്ടലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ബാക്കി നാരകത്തോട്ടെ വീഡിയോ എടുത്തിട്ട് വരുമ്പോഴത്തേന് അവർ വരുമെന്ന് ഞാൻ വിളിച്ചായിരുന്നു. അന്നേരം അവർ വരുമെന്നാണ് പറഞ്ഞത്. അന്നേരം നമുക്ക് ബാക്കി കാണാം. കൂടാതെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹം ഇറങ്ങിയപ്പം ഈ സ്റ്റെപ്പിൽ നിന്ന് തെന്നി വീണ് പരിക്കും കൂടെ പറ്റിയിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഒരു സംഭവം കൂടെ. ഈ വീടിനാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. കാരണം എല്ലാ മുറിയിലും ഒന്ന് കിടന്നുറങ്ങാൻ പോലും മേലാത്ത അവസ്ഥയിലാണ്. തീരെ സാധുക്കളാണ്. വാഴയെല്ലാം പിടന്ന് കിടക്കുകയാണ്. ഭയങ്കര കാറ്റായിരുന്നു. ഇതൊരു കുന്നമ്പറാണ്. എന്നാൽ അതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങോട്ട് ശക്തമായ കാറ്റ് വീശിയത്. ഷീറ്റാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ ഈ വീടിൻ്റെ ഇത് ഇത് വാലായിൽ തോമസ് എന്നയാളുടെ പേരിലുള്ളൊരു വീടാണ്. അതിന് മുഴുവൻ കേടുപാട് പറ്റിയിരിക്കുകയാണ്. ഇവിടെ ആൾ താമസമില്ലാഞ്ഞുകൊണ്ട് ആർക്കും പരിക്കും കാര്യങ്ങളൊന്നുമില്ല. മൊത്തം ഷീറ്റും പോയി കിടക്കുകയാണ്. മെമ്പറെ വിളിച്ചോ? ഇത് കാവാലച്ചിറ CSI പള്ളിയാണ്. അതിന് തൊട്ട് സമീപത്ത് താഴെയുള്ള റോഡിന്റെ അവിടെ ഇതുപോലെ തന്നെ ലൈനിലോട്ടൊരു പ്ലാവും കമ്പ് വീണ് കിടക്കുകയാണ്. ആ ലൈൻ ഏത് നിമിഷവും പൊട്ടാവുന്ന പരുവത്തിലാണ്. മൊത്തം തുടിഞ്ഞു കിടക്കുകയാണ്. താഴെ അങ്ങോട്ട് വല്ല കുഴപ്പമുണ്ടോ? അതുകൂടാതെ നാരകത്തോടിന് പോകുന്ന വഴിക്ക് ലൈനയിലോട്ട് ഒരു തേക്കിന്റെ കമ്പ് വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ലൈൻ മുഴുവൻ തുടിഞ്ഞു കിടക്കുകയാണ്. പിന്നെ നമ്മൾ നാരകത്തോട്ട് കവലയിലോട്ട് ചെല്ലുമ്പോഴത്തേന് ഈ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ നിന്ന് വലത്തോട്ടുള്ള ലൈൻ മൊത്തം തുടിഞ്ഞു കിടക്കുകയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കവലയിലൊരു പോസ്റ്റ് വീണ് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ തുടിഞ്ഞു കിടക്കുന്നത്. ഏതായാലും ആർക്കും പരിക്കുകളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിന് കൂടാതെ വലിയൊരു തേക്കും കൂടെ മറിഞ്ഞ് വീണിട്ടുണ്ട്. ലൈൻ ഉണ്ട്, ലൈനിൻ്റെ മുകളിലോട്ട് കിടക്കുകയാണ്. പോസ്റ്റും എല്ലാം മറിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ വെയിറ്റിംഗ് ഷെഡിലൊക്കെ എപ്പോഴും ഇവിടെയൊക്കെ ആൾക്കാരുള്ളതായിരുന്നു. ഏതായാലും ഇന്ന് മഴയുള്ളതുകൊണ്ട് ആരും ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ലൈൻ കിടക്കുന്നുണ്ട്. ആർക്കും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ പുതുപ്പള്ളി റോഡിലൊരു പോസ്റ്റ് ഇതുപോലെ ഇതിൻ്റെ തൊട്ട് സമീപത്തുള്ള പോസ്റ്റ് തന്നെയാണ്. അതും റോഡിലോട്ട് മറിയാറായി നിൽക്കുകയാണ്. ഈ പോസ്റ്റ് റോഡിലോട്ടാണ് നിൽക്കുന്നത്. ഇതെപ്പോഴായിരുന്നു ഇത്? മഴ തന്നെയാണ് ഇത് ഭാരതം. എല്ലാവർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? പൊങ്ങമ്പാറ 3 എണ്ണം വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് ഇറങ്ങിയപ്പോ 5 മിനിറ്റ് മുമ്പ് ഓട്ടം വിളിച്ചോട്ടെ, അല്ലെ ഞാൻ അവിടെ കിടക്കും പേടിച്ചത് പോകും. നൂൽക്കമ്പി അല്ലേ? ഈ സൈഡിൽ കമ്പി ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ വിട്ടുപോയി.
ഫോട്ടോ അപ്പം പരിക്ക് പറ്റിയ ആള് വീട്ടിൽ വന്നിട്ടുണ്ട്. കാഞ്ഞിരത്തിൽ ബാബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബാബു വന്നോ? ആശുപത്രി വന്നോ? വീട്ടിൽ നിൽക്കായിരുന്നു, ഒന്നരാണോ അത് വീണേ? ആ ആ കുത്തിക്കെട്ടുണ്ടോ അതെ? എത്ര എണ്ണം ഉണ്ട്? വേറെ ആർക്കും വീട്ടിൽ പരിക്കുന്നു? മെമ്പറോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞോ? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സാംഗേവർക്കി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഈ വാർഡിലെ മെമ്പറായിരുന്നു. അപ്പം അദ്ദേഹം പഞ്ചായത്ത് അധികാരികളെയും വില്ലേജ് അധികാരികളെയും എല്ലാം വിളിച്ചായിരുന്നു. അപ്പം ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും നല്ല സഹായങ്ങൾ കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു സഹായമാകും.